പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കരീമക്കയുടെ അപ്രതീക്ഷിതമായ വരവ് പുതിയ വഴിത്തിരിവുകൾ സംഭവിക്കാൻ കാരണമായിരിക്കുകയാണ്. കരീമിക്ക തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കിയതിനെ തുടർന്ന് യാതൊരു സംശയവും വരുണിന് ഉണ്ടാകുന്നില്ല. ഇതോടെ വരുൺ വീട് വിൽക്കുന്നതിന് തയ്യാറാകുന്നു. വളരെ വലിയൊരു എമൗണ്ട് ആണ് ആ വീടിന് അയാൾ തരുന്നത്. എന്തായാലും ഈ അവസരം മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. വിട്ടുകളയണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് കരീമയ്ക്ക് വീട് വിൽക്കാൻ തയ്യാറാവുകയാണ്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു. വരുണിനെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി വരുണിനോട്, അപ്പോൾ വീട് വിറ്റാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കേണ്ടതായി വരില്ലേ? ഇത് കേൾക്കുന്ന കരീമിക്ക, ഇല്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇപ്പോൾ വരുണിന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത് പോലെ, മനസ്സിലായോ? ആ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, മനസ്സിലായോ? ഇതോടെ ധനലക്ഷ്മി ശരിയെന്ന് പറയുകയാണ്. പക്ഷെ വാടക തരണം കേട്ടോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, ശരി, വാടക തരാനും തയ്യാറാണ്. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയല്ലേ? വരുൺ കാര്യങ്ങളൊന്നും അറിയണ്ട. ഈ അവസ്ഥയിൽ വരുൺ റെസ്റ്റ് എടുത്തോളൂ. എല്ലാ കാര്യവും ഞാൻ മുൻകൈ എടുത്ത് നടത്താം. ഇത് നല്ലൊരു അവസരമാണല്ലോ. എന്തായാലും വിട്ടുകളയണ്ട. ഇയാളെ ഉപയോഗിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാം. ശരി, കാര്യങ്ങൾ മുന്നിലേക്ക് പൊക്കോട്ടെ. വരുണും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കരീമിക്ക. കരീമിന്റെ പേരിലേക്ക് വീട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് വീട് വിൽക്കാൻ പോകുന്ന കാര്യം മനോജ് അറിയാൻ ഇടയാകുന്നത്. മനോജ് എതിർപ്പുമായി മുന്നിലേക്ക് വരുമ്പോൾ, മനോജേട്ടാ, വെറുതെ എതിർക്കരുത്, നമുക്ക് കൂടി ഉപകാരമുള്ള കാര്യമാണ് ഇത്. വരുൺ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തു ചാടിയൊരു തീരുമാനം പെട്ടെന്ന് എടുക്കണ്ട. ധനലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ മനോജും. ഇതോടെ വീട് കരീമിക്ക സ്വന്തമാക്കുന്നു. ഇതിനിടയിലാണ് ദേവ്ജി കൺമണിയെ ചെന്ന് കാണുന്നത്. കൺമണി, കാര്യങ്ങൾ അറിഞ്ഞോ? ഇല്ല, എന്താണ്? നമ്മൾ നിന്റെ വീട് വാങ്ങിച്ചു. കൃഷാണ് വാങ്ങിച്ചിട്ടുള്ളത്. നീ വീട്ടിലേക്ക് തിരികെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട് വാങ്ങിക്കാനോ? മനസ്സിലായില്ല. നമ്മൾ വരുണിന്റെ കയ്യിൽ നിന്ന് നിന്റെ വീട് തിരികെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ചതിയന്റെ ചതി ഇനി മുന്നിലേക്ക് പോവരുത്, മനസ്സിലായോ? അതുകൊണ്ട് കൺമണിക്കിനി ധൈര്യമായി ആ വീട്ടിലേക്ക് പോകാം. ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. കാരണം ഇനി ആ വീട് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കൃഷാണ് ഇതിന് പിന്നിൽ എന്നറിഞ്ഞതിനെ തുടർന്ന് കൺമണിക്കും സന്തോഷമാകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ഈ ചതിയെ പറ്റി വരുൺ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ വരുൺ ദേവ്ജിയെയും അതുപോലെ തന്നെ കൃഷിനെയും ചെന്ന് വെല്ലുവിളിക്കുന്നുവെങ്കിലും വരുണിന്റെ ഈ നീക്കങ്ങൾക്ക് അവർ യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.